സർവകലാശാലകൾക്ക് വിദേശത്ത് ഉപകേന്ദ്രങ്ങൾ സ്ഥാപിക്കാനുള്ള നിർദ്ദേശം ഒഴിവാക്കി. സർവകലാശാല ഭേദഗതി നിയമത്തിന്റെ കരടിൽ നിന്ന് വിവാദ വ്യവസ്ഥ ഒഴിവാക്കുകയായിരുന്നു. മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം. 24 ആണ് നേരത്തെ ഈ വാർത്ത പുറത്തുവിട്ടത്. ആർ ശ്രീജിത്ത് വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, സംസ്ഥാനത്തെ സർവകലാശാല നിയമങ്ങൾ ഭേദഗതി ചെയ്യുകയാണ്. ഈ ഭേദഗതി നിർദ്ദേശത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥ സംസ്ഥാനത്തെ സർവകലാശാലകൾക്ക് വിദേശത്ത് ഉപകേന്ദ്രങ്ങൾ തുടങ്ങാൻ അനുമതി നൽകുന്നതായിരുന്നു. കരട് ബില്ലിലെ 2ാം വകുപ്പിലായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം. എന്നാൽ കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഇതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചു. കേരളത്തിൽ പഠിക്കാം എന്ന തരത്തിലുള്ള ക്യാമ്പയിൻ സംസ്ഥാന സർക്കാർ നടത്തുമ്പോൾ നമ്മുടെ സർവകലാശാലകൾ വിദേശത്ത് ക്യാമ്പസ് തുടങ്ങുന്നത് തെറ്റായ വ്യാഖ്യാനങ്ങൾ കിടന്നില്ല എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ സംശയം. എന്തായാലും വിശദമായി ഒരിക്കൽ കൂടി പരിശോധിക്കുന്ന നിർദ്ദേശമാണ് അയച്ചത്. ഇന്ന് പ്രത്യേക മന്ത്രിസഭാ ബില്ല് വീണ്ടും പരിഗണിച്ചപ്പോഴും ഈ നിർദ്ദേശം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് വെച്ചു. എന്നാൽ ഇത് ഒഴിവാക്കാൻ മുഖ്യമന്ത്രി തന്നെ നിർദ്ദേശിക്കുകയായിരുന്നു. അങ്ങനെയാണ് വിദേശത്ത് സർവകലാശാലയുടെ ഉപകേന്ദ്രങ്ങൾ തുടങ്ങാനുള്ള വകുപ്പ് കരട് ബില്ലിൽ നിന്ന് ഒഴിവാക്കിയത്. ശരി, ആർ ശ്രീജിത്താണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.